ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ട്വിസ്റ്റുകളുടെ അപാര അന്തകൂത ബജറങ്കി ബൈജാനമായ ഒരടിപൊളി മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടേൺസ് ആണ്. ഈ സ്ക്രിപ്റ്റ് എഴുതിയ ആളെ സമ്മതിക്കണം. സാധാരണ ഒന്നോ രണ്ടോ ട്വിസ്റ്റും ടേണിങ്ങും പടം കണ്ട് നമ്മൾ അതിശയിക്കാറുണ്ട്. ഇത് പല ഭാഗത്തും കണ്ണുതള്ളിപ്പോകും. ഞാൻ ഈ പടത്തിന്റെ വൺ ലൈൻ പറയുന്നില്ല, കാരണം വൺ ലൈൻ പറയാൻ പറ്റില്ല. ഓരോന്നും ഓരോ ലൈനാണ്. അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ബുക്ക് സ്റ്റാളിലേക്ക് സുന്ദരിയായ ഒരു പെൺകുട്ടി കടന്നു വരുന്നു. ആ സ്റ്റോളിൽ ഒരു പയ്യൻ മാത്രമേ ഉള്ളൂ. അവനാണ് ഓണർ. കടന്നു വന്ന കസ്റ്റമറോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ആ പയ്യൻ ചോദിക്കും. എല്ലാ സമയവും പുസ്തകങ്ങൾ വായിച്ചിരിക്കുകയാണ് പയ്യൻ. പുള്ളിക്കാരന് പുസ്തകങ്ങൾ ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ട്. ഒരു പ്രത്യേക പുസ്തകത്തിന്റെ പേര് ആ പെൺകുട്ടി പറയും. ഈ പയ്യൻ ആ പുസ്തകം തപ്പിയെടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല, ഇതെങ്ങനെ ഉണ്ടാകും, നല്ലതാണോ എന്ന് ചോദിക്കും. അതിനാ പെൺകുട്ടി അതെ തീർച്ചയായിട്ടും, ഈ എഴുത്തുകാരി ഗ്രേറ്റ് ആണ്, അവരുടെ വാക്കുകളിൽ നമ്മളെ പിടിച്ചിരുത്തും. ഈ പുസ്തകം എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രൊഫസർക്ക് ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോവാണ്. അത് കേട്ട് കടയിലെ ചെറുക്കൻ, അപ്പൊ താനൊരു സ്റ്റുഡന്റ് ആണോ? അതെ, ഞാൻ എന്റെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ NYU എന്ന യൂണിവേഴ്സിറ്റിയിലാണെന്ന് പറയും. ആണോ? അവന് കൂടുതൽ താല്പര്യമായി. തന്റെ ടോപ്പിക് എന്താണ്? തീസിസ് ടോപ്പിക്. അവൾ പറയും റീഡിഫൈനിങ് റാഡിക്കലിസം, ദ റൈസ് ഓഫ് ബ്ലാക്ക് ഫെമിനിസം ഇൻ അമേരിക്കൻ ലിറ്ററേച്ചർ. ഹോ ഒരുപാടുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെയാണോ താൻ പഠിക്കുന്നത്? ഇങ്ങനെ തമ്മി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച് അവൻ ആ ബുക്കിനുള്ള പേയ്മെന്റിന്റെ ബില്ലടിക്കുകയായിരിക്കും. ഈ ബില്ലടിക്കുന്ന സമയം ഇത്രയും ഭംഗിയുള്ള കഴിവുള്ള പെൺകുട്ടിയല്ല. അവൻ ആ പെൺകുട്ടി ഇഷ്ടമായി. അതുകൊണ്ട് ചെറുക്കനൊരു നമ്പർ ഇട്ട് നോക്കുകയാണ്. ഇവിടെ അടുത്തൊരു ജാപ്പനീസ് റെസ്റ്റോറന്റ് ഉണ്ട്, ഒരുപാട് നല്ല ഭക്ഷണം കിട്ടും. ഇന്ന് വൈകിട്ട് താൻ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയാലോ? അത് കേട്ട ഉടനെ പെണ്ണ് ചിരിച്ചിട്ട് ഐ എം സോറി, ഞാനത് പ്രതീക്ഷിച്ചില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയും. ഇത് കേട്ട ചെറുക്കൻ, എനിക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടല്ലേ? അതിനവള് ഇല്ല, ഞാൻ സിംഗിളാ, എനിക്ക് സിംഗിളായിട്ട് ഇരിക്കാൻ തന്നെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് വരാത്തെന്ന് പറയും. ഓക്കെ, എനിക്ക് മനസ്സിലായി, ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ പണം ഇത്രയാണെന്ന് പറഞ്ഞിട്ട് ഇവൻ ആ പെൺകുട്ടിയുടെ കാർഡ് സ്വൈപ്പ് ചെയ്യാണ്. പക്ഷെ കാർഡ് വർക്ക് ചെയ്യുന്നില്ല. ഇവള് ഞാൻ ചേഞ്ച് ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ബാഗൊക്കെ തപ്പി നോക്കും. പക്ഷെ ചേഞ്ചും കാണില്ല. ഇത് കണ്ട് നമ്മുടെ പയ്യൻ, കുഴപ്പമില്ല, നിങ്ങൾ പുസ്തകം എടുത്തോളൂ, ഇനി രണ്ടാമത് വരുമ്പോൾ പണം തന്നാ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം, എനിക്ക് ഇഷ്യൂ ഇല്ല എന്ന് പറയും. അവൾ വേണ്ടാന്ന് പറഞ്ഞാലും ഇവൻ നിർബന്ധിച്ച് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയാണ്. താങ്ക് യു പറഞ്ഞ് പെണ്ണ് പോയി കഴിഞ്ഞു. അവൾ പോയതിനു ശേഷം താൻ ചോദിച്ചതിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഇവൻ സ്വയം കുറ്റപ്പെടുത്താണ്. അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു, എന്ത് മണ്ടത്തരായിപ്പോയി. പക്ഷെ നല്ല ഭംഗിയായിട്ടാണ് അവൻ ചോദിച്ചത്. ഡീസന്റ് ആയ പയ്യൻ, കുറെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ടല്ലോ, അതിന്റെ പക്വത ഉണ്ടാവുമായിരിക്കാം. അങ്ങനെ ഷോപ്പിന്റെ സമയമെല്ലാം കഴിഞ്ഞ് ഷോപ്പ് ക്ലോസ് ചെയ്തവൻ പോകാൻ നേരത്താണ് ഈ പെൺകുട്ടി വരുന്നത്. ഹലോ, എന്നെ ഓർമ്മയുണ്ടോ? മറന്നോ? ഞാൻ നിങ്ങളുടെ പണം തിരികെ തരാൻ വേണ്ടി വന്നാണ്. അവൾ പണം കൊടുക്കുമ്പോൾ അവൻ താങ്ക് യു പറഞ്ഞ് ആ പണം വാങ്ങിക്കുന്നു. രണ്ടുപേരും ഹാവ് എ ഗുഡ് ഡേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിരിയാണ്. പക്ഷെ പിരിഞ്ഞ പെണ്ണ് പോവില്ല. കുറച്ചു ദൂരം മാറി നടന്നിട്ട് അവൾ തിരിഞ്ഞ് വീണ്ടും ചോദിക്കും, കാലത്ത് എന്നോടൊരു കാര്യം ചോദിച്ചില്ലേ, വൈകിട്ട് ഏതോ റെസ്റ്റോറന്റിൽ പോകാമെന്ന്. എനിക്കപ്പോ യെസ് എന്ന് പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് താൻ ചോദിച്ചപ്പോഴേക്കും ഞാൻ പേടിച്ചു പോയതാ. താൻ എന്നെ പുറത്തേക്ക് വിളിക്കുമോ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പെട്ടെന്ന് താൻ തന്നെ അത് ചോദിച്ചപ്പോ ഞാൻ പേടിച്ചു പോയി. ഇത് കേട്ട് സന്തോഷമായ നമ്മുടെ പയ്യൻ, എനിവേ നൈസ് ടു മീറ്റ് യു, എന്റെ പേര് ടോം എന്നാണ്. അവൾ ചിരിച്ചുകൊണ്ട് പറയും, എന്റെ പേര് സാന്ദ്ര എന്നാണ്. എന്നാ പിന്നെ നമുക്ക് ആ റെസ്റ്റോറന്റിലേക്ക് പോകാം, ഈ വഴിയാന്ന് പറഞ്ഞിട്ട് അവൻ അവളെയും വിളിച്ചിട്ട് പോവുകയാണ്. ക്യൂട്ടായ രണ്ട് കപ്പിള്. ഇങ്ങനെയാണ് നമുക്ക് ചേർന്ന നമ്മുടെ അതേ ചിന്താഗതിയുള്ള സോൾമേറ്റ്സിനെ ദൈവം കൊണ്ടെത്തിക്കുക. അങ്ങനെ രണ്ടുപേരും കൂടി നമ്മുടെ ചെറുക്കൻ പറഞ്ഞ റെസ്റ്റോറന്റിൽ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സംസാരിക്കും. ചെറുക്കന് പുസ്തകങ്ങളോട് ഒരുപാട് താല്പര്യമുണ്ട്. ഇടയ്ക്കൊക്കെ അവൻ എഴുതാറുണ്ടായിരുന്നു. പക്ഷെ അമ്മ മരിച്ചതീ പിന്നെ അവൻ എഴുത്തു നിർത്തി. ഇത് കേട്ട് സാന്ദ്ര പറയും, എന്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. പിന്നെ പല വീടുകളിലാണ് ഞാൻ വളർന്നത്. എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു, അവൻ മറ്റൊരു വീട്ടിലാണ് വളർന്നത്. തനിമയിലാണ് ഞാൻ പുസ്തകങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അതും ആദ്യം ഞാൻ വായിച്ചത് ജെയിൻ ഐറാണ്. അതിലെ ക്യാരക്ടേഴ്സ് എന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. ആ പുസ്തകം ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അത് വായിച്ച് തീരല്ലേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. വായിച്ച് തീർന്നപ്പോഴേക്കും വീണ്ടും എടുത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് തവണ വായിച്ചു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചെക്കൻ, ജെയിൻ ഐറോ, നിനക്കൊരു കാര്യം അറിയോ? ഞാൻ കാണിച്ചുതരാം, എന്റെ കൂടെ വായോ എന്ന് പറഞ്ഞ് ഇവൻ സാന്ദ്രയും വിളിച്ചുകൊണ്ട് അവന്റെ ഷോപ്പിലേക്ക് വീണ്ടും പോവാണ്. ഷോപ്പിനകത്ത് ചെന്ന് പ്രത്യേക ലോക്കറിനകത്തിരിക്കുന്ന ഇവന്റെ ശേഖര പുസ്തകങ്ങളിലെ പ്രധാന പുസ്തകമായ ജെയിൻ ഐറിന്റെ ഫസ്റ്റ് എഡിഷൻ അവൾക്കെടുത്ത് കാണിച്ചു കൊടുക്കും. അവനും ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണത്. ഓതറിന്റെ സൈൻ ഉണ്ടായിരുന്ന ഫസ്റ്റ് എഡിഷനാണ് അവന്റെ കയ്യിലുള്ളത്. ഇത് കണ്ട് അവള് ചോദിക്കും, സത്യാണോ? ഞാൻ ഈ കാണുന്ന എല്ലാം സത്യാണോ? ആണോടാ? അതേ കുഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉമ്മ കൊടുക്കാണ്. ഇഞ്ഞും വേണം. അങ്ങനെ അവരെ കാമുകന്മാരായി, നല്ല സുഹൃത്തുക്കളായി, ഒരുമിച്ച് നടക്കാനും ഇരിക്കാനും ഉറങ്ങാനും തുടങ്ങി. പരസ്പരം അടുത്തു. പിരിഞ്ഞ ചത്തുപോകും എന്ന അളവിലടുത്തു.
ഒരേ സ്വഭാവമുള്ള ആൾക്കാരാണല്ലോ. അങ്ങനെ അവള് ടോമിന്റെ നെഞ്ചത്ത് ചാഞ്ഞിട്ട് പറയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അതിനവൻ ആദ്യം ഓക്കെ എന്ന് പറയും. ആ മറുപടിയല്ല അവൾ ആഗ്രഹിച്ചത്. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. ഇതൊക്കെ പയ്യന്മാർക്കുള്ള പാടാണ്. പെട്ടെന്ന് അവർ ആഗ്രഹിക്കുന്നത് പറയരുത്. ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തിട്ട് പറയുക. അപ്പോഴാണ് നീ റൊമാൻറ്റിക് ആണെന്ന് പറയുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രി കൂടെ കിടന്ന സാന്ദ്രയെ കാണുന്നില്ല. അവൾ ആരുമായിട്ടോ സംസാരിക്കുന്ന ശബ്ദം നമ്മുടെ ചെറുക്കിന് കേൾക്കാം. ഇവൻ എഴുന്നേറ്റ് പോയി നോക്കും. ആരോ വീടിന് വെളിയിൽ നിപ്പുണ്ട്. ഇവളയാളെ നിർബന്ധിച്ച് അവിടെ നിന്ന് പോകാൻ പറയാണ്. ദയവേത് പോകൂ ജെയ്സൺ, ഇനി ബുദ്ധിമുട്ടിക്കല്ലേ, ദയവേത് പോകൂ. ഇത് എത്രാമത്തെ തവണയാണ്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ. അവനാണെങ്കിൽ കതവി മുട്ടി തല്ലി ഇറങ്ങി പോവുകയാണ് അവിടെ നിന്ന്. ഇവള് കരയാനും തുടങ്ങും. അപ്പോഴാണ് ടോം വന്ന് ചോദിക്കുക, നമ്മുടെ ചെറുക്കൻ എന്താ പറ്റിയത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് സാന്ദ്ര പറയും, അതെന്റെ ബ്രദറാണ്, അവന് പണം വേണം, അതിനുവേണ്ടി അവൻ വന്നിരിക്കുകയാണ്. ഞാൻ വളർന്ന ഒരു നല്ല വീട്ടിലായിരുന്നു, പക്ഷെ അവൻ വളർന്നത് മോശം അവസ്ഥയിലുള്ളൊരു കുടുംബത്തിലായിരുന്നു. അവന് മുന്നോട്ട് പോകാൻ പണമില്ല. പല സ്ഥലങ്ങളിൽ നിന്ന് അവൻ പണം കടം വാങ്ങി ഇപ്പൊ അവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി എന്നെ ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യും. ഞാനും കയ്യിലുള്ളതെല്ലാം കൊടുക്കാറുണ്ട്. എത്ര ബുദ്ധിമുട്ടിച്ചാലും അവൻ എൻ്റെ ബ്രദറായി പോയില്ലേ. എനിക്ക് അവൻ മാത്രമല്ലേ ഉള്ളൂ. അവനെ ഞാൻ ഒരിക്കലും വെറുക്കില്ല. അങ്ങനെ ആ സംസാരമെല്ലാം കഴിയുന്നു. അടുത്ത സീനി നമ്മുടെ ടോമിന്റെ ബർത്ത്ഡേ ആണ്. അവന്റെ കൂട്ടുകാരെല്ലാം ചേർന്ന് അവന്റെ ലൈബ്രറി വെച്ചിട്ട് തന്നെ കേക്ക് മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യും. അപ്പോഴാണ് അവന്റെ കൂട്ടുകാര് ടോമിന്റെ പുതിയ കാമുകീനെ കാണുന്നത്. അവന് ചേർന്ന പെണ്ണാണെന്ന് അവന്റെ ഒരു കൂട്ടുകാരൻ പറയും. അവൾക്കും പുസ്തകങ്ങൾ ഒരുപാട് ഇഷ്ടമാണല്ലോ. അതേപോലെ മറ്റൊരു കൂട്ടുകാരി സംസാരിക്കുമ്പോഴാണ് ആ കൂട്ടുകാരി പഠിച്ച അതേ കോളേജിലാണ് ഈ പെൺകുട്ടി നമ്മുടെ സാന്ദ്രയും പഠിച്ചെന്ന് അവർക്ക് മനസ്സിലാവുക. അവള് 14 ബാച്ചും നമ്മുടെ സാന്ദ്ര 16 ബാച്ചും ആയിരുന്നു. ഈ കപ്പിൾസിന് ബാക്കിയുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അന്ന് രാത്രി സാന്ദ്ര ടോമിനോട് ചോദിക്കും, നീ എപ്പോഴും എൻ്റെ വീട്ടിലേക്കല്ല വരുന്നത്, എപ്പോഴാണ് എന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്, എനിക്ക് നിന്റെ വീട് കാണണമെന്നുണ്ട്. അത് കേട്ട് ടോമ പറയും, ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് താമസിക്കുന്നത്, അച്ഛന് സുഖമില്ല, മാത്രമല്ല അച്ഛൻ്റെ പുതിയ വിവാഹം കഴിഞ്ഞു, പുതിയ ഭാര്യ, ഞാനും അച്ഛനും അത്ര രസത്തിലല്ല, അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുപോകാത്തത്. അവള് കുഴപ്പമില്ല എന്ന് പറയും. പിറ്റേന്നിവൻ പൂക്കളൊക്കെ വാങ്ങിച്ചിട്ട് സാന്ദ്രയെ കാണാൻ വരുന്നു. അവളുടെ വീട് തുറന്നു കിടപ്പുണ്ട്. ഒരു മൂലയ്ക്ക് അവള് വിഷമിച്ചിരിക്കുക. നീ ഇവിടെ എന്ത് ചെയ്യാ, ഞാൻ വിളിച്ചിട്ട് ഫോണൊന്നും എടുത്തില്ലല്ലോ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സാന്ദ്ര പറയും, എന്റെ ബ്രദർ ഒരു വലിയ കുഴപ്പത്തിൽ പെട്ടിരിക്കുകയാണ്. അപ്പം പലിശക്കാരുടെ കയ്യിൽ നിന്ന് കുറെ പണം വാങ്ങിച്ചു, തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവരവന്റെ റിബ്സും ചീക്ക് ബോണെല്ലാം പൊട്ടിച്ചു, പല എല്ലും ഒടിച്ചിരിക്കുകയാണ്. പണം തിരികെ കൊടുത്തില്ലെങ്കിൽ അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവനിപ്പോ പല സ്ഥലത്ത് ഒളിഞ്ഞു നടക്കുകയാണ്. ഞാൻ എത്രയോ തവണ അവന് പണം കൊടുത്തു, ഇതൊന്നും അവൻ തിരിച്ചു കൊടുത്തിട്ടില്ല. ആ പണം കൊണ്ട് അവൻ ഓടി നടക്കുകയായിരുന്നു. വീണ്ടും പണം കൊടുത്താലും അവൻ അതേ ചെയ്യുള്ളൂ. ഇത് കേട്ട് ടോം ചോദിക്കും, ഒരുപക്ഷെ അവന് നീയൊരു പെങ്ങളായിട്ടുണ്ടെന്ന് ആ പലിശക്കാർക്ക് അറിയുകയാണെങ്കിലോ, അവര് നിന്നെ പിടിക്കാൻ വരില്ലേ? സാന്ദ്ര പറയും, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്നാലും നമ്മുടെ ചെറുക്കന് പേടിയുണ്ട്. ആ പണം നമുക്ക് കൊടുത്തു തീർക്കാം. എത്രയാണ് കൊടുക്കാനുള്ളത്? അതിന് സാന്ദ്ര $350,000 കൊടുക്കാനുണ്ട്. അത് 4 ദിവസത്തിൽ. ഇത്രയും പണം ഈ ചെറിയ സമയത്തിനുള്ളിൽ എങ്ങനെ കൊടുക്കാൻ? വല്ല ബാങ്കും കൊള്ളയടിക്കേണ്ടി വരും. എന്നെ കൊണ്ട് കഴിയില്ല. അത് കേട്ട് ടോമ, പേടിക്കണ്ട, ഞാൻ നിനക്ക് പണം തരാം. അത്രയും പണമല്ല, അതിനേക്കാളും കൂടുതൽ പണം എന്റെ പേരിൽ ബാങ്കിലുണ്ട്, ഞാൻ അതെടുത്ത് നിനക്ക് തരാം. ഇത് കേട്ട് സാന്ദ്ര ഞെട്ടും. നീ വെറൊരു ബുക്ക് സ്റ്റോറിന്റെ ഓണറല്ലേ, നിന്റെ കയ്യിൽ എവിടുന്ന് ഇത്രയും പണം? അത് കേട്ട് ടോമ, എന്റെ പേരിൽ ബാങ്കിലുണ്ട് പണം, എന്റെ അച്ഛന്റെ പണമാണ്, നല്ല വഴിയിൽ സമ്പാദിച്ചൊന്നുമല്ല. എങ്ങനെയോ ആവട്ടെ, ഇപ്പൊ നിനക്കത് ഉപകാരമാവും, നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ആക്കാം. അത് കേട്ട് സാന്ദ്ര, എനിക്ക് വേണ്ട, ചെറിയ എമൗണ്ട് ഒന്നുമല്ല, $350,000 ആണ്. നീ സഹായിക്കാമെന്ന് വിചാരിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഇതെന്റെ പ്രശ്നമാണ്, ഞാൻ ഫേസ് ചെയ്തോളാം. അത്രയും പണമൊന്നും നീ എനിക്ക് വേണ്ടി തരണ്ട. എന്തുതന്നെയാണെങ്കിലും നമ്മൾ രണ്ടുപേരും സ്ട്രേഞ്ചേഴ്സ് ആണ്, നീ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ആക്കല്ലേ. അത് കേട്ട് ടോമ പറയും, ആ പണം അത്ര നല്ല പണമൊന്നുമല്ല, എന്റെ അപ്പൻ കൊള്ളയടിച്ച പണമാണ്, അതെന്തോ ആയിക്കൊള്ളട്ടെ. ആദ്യം നമ്മൾ രണ്ടുപേരും സ്ട്രേഞ്ചേഴ്സ് ആണെന്ന് പറയുന്ന വർത്താനം നിർത്താം. ഇനി മേലെ അങ്ങനെ പറഞ്ഞു പോരുത്. എന്റെ ജീവിതത്തിൽ ആകെ നടന്നൊരു നല്ല കാര്യം നീ മാത്രമാണ്. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. ആ പണം ഞാൻ കൊണ്ടുവന്ന് തരാം. നീ ഇനി അത് തിരിച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ എപ്പോഴാണോ പണം വരുന്നത് അപ്പൊ തന്നാ മതി എന്നും പറഞ്ഞ് പിറ്റേന്ന് തന്നെ ഇവന്റെ പേരിൽ ബാങ്കിലുണ്ടായിരുന്ന $350,000 വിഡ്രോവൽ ചെയ്ത് നമ്മുടെ പെങ്കൊച്ചിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അവള് പറയും, ഞാൻ എങ്ങനെയും നിന്റെ ഈ കടം വീട്ടും. ഈ പണം കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ അതേ റെസ്റ്റോറൻറ്റിലേക്ക് ഞാൻ വരും. നീ എന്നെ കാത്തിരിക്കണം. ഞാൻ മൂലമുണ്ടായ എല്ലാ കുഴപ്പങ്ങൾക്കും ഞാൻ വീണ്ടും സോറി ചോദിക്കുന്നു. എന്നോട് ദേഷ്യപ്പെടല്ലേ എന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് പെണ്ണ് പോവാണ്. ഇതിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചെക്കൻ മൂഞ്ചി. അവൻ കാത്തിരിക്കുകയാണ് വൈകുന്നേരം മുഴുവൻ ജപ്പാൻ റെസ്റ്റോറൻറ്റിൽ. സാന്ദ്ര വന്നില്ല. അവൾ എവിടെ പോയി, അവൾക്ക് എന്തു പറ്റിയെന്നറിയില്ല. ഇവനോടി അവളുടെ വീട്ടിലേക്ക് വരും. അവിടെ ആരുമില്ല. തട്ടിയും മുട്ടിയും കൊട്ടിയും നോക്കുന്നുണ്ട്, അവിടെ ആരുമില്ല. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഈ സാന്ദ്ര ആരാണ്, അവൾക്ക് എന്തു പറ്റി എന്നുള്ളത് കാണിക്കുകയാണ് സാന്ദ്രയുടെ സ്റ്റോറി. നമ്മുടെ പെങ്കൊച്ച് ഒരു ചെറുക്കിനൊക്കെ ധരിച്ചുകൊണ്ട് കുറച്ച് പഴയൊരു ലോക്കൽ ബാറിലേക്ക് വരും. അവിടെ ഒരു പോലീസുകാരി ഇവളെ കാത്തിരിപ്പുണ്ടാവും. സംഭവം, നമ്മുടെ കുട്ടി പരോളിലാണ്. പരോളിൽ ചില നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. ഇവളുടെ പരോൾ കാലഘട്ടത്തിൽ ഇവളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫീസറാണ് ഈ ലേഡി പോലീസുകാരി. പോലീസ്, നീ ഇന്ന് ഡ്രഗ്സ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവളൊരു ഡ്രഗ് അഡിക്റ്റും കൂടിയാണ്. അവളില്ല, ഇത്രയും നേരം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വർക്ക് കഴിഞ്ഞ്
ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ പോലീസുകാരി, നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി 1 മാസം മുന്നേ നീ ജോലിയിൽ നിന്ന് വിട്ടുപോയെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നീ പറയുന്ന എല്ലാം കള്ളമാണ്, സത്യം തുറന്നു പറയാന്ന് പറയുമ്പോൾ നമ്മുടെ സാന്ദ്ര, അവിടുത്തെ മാനേജർ ഒരു സ്ത്രീ ലംബടനാണ്, അയാൾ എന്നെ കയറി പിടിക്കാൻ വന്നു, ഞാൻ അടിയുണ്ടാക്കി ഇറങ്ങി. നീ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നിന്നെ ടെസ്റ്റ് ചെയ്യണം. നീ ഡ്രഗ്സ് എടുത്തിട്ടുണ്ടെന്നറിഞ്ഞാൽ ഉടനെ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യും. വായോ, എഴുന്നേക്ക്, പുറത്തേക്ക് വാ, നീ പറയുന്ന എല്ലാം പച്ചക്കള്ളാണ്, നിന്റെ പരോള് ഞാൻ ഇപ്പൊ ക്യാൻസൽ ചെയ്ത് കാണിക്കാന്നും പറഞ്ഞ് പോലീസുകാരി ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മുടെ പെണ്ണ്, ഞാൻ നിങ്ങൾക്ക് പണം തരാം, നിങ്ങൾ ചോദിക്കുന്ന പണം ഞാൻ തരാം, എന്നെ കൊടുക്കല്ലേ, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അത് കേൾക്കുമ്പോൾ പോലീസുകാരി കള്ളം പറഞ്ഞിട്ട് ഇപ്പൊ കൈക്കൂലി തന്ന് പോലീസിനെ വീഴ്ത്താൻ നോക്കുന്നു. അറ്റംപ്റ്റ് ഓഫ് ബ്രൈബറി, അടുത്ത കേസും കൂടിയായി. വാ, എഴുന്നേറ്റ് വാ, നീ എന്താടി ഒളിച്ചു വെച്ചിരിക്കണെന്നും പറഞ്ഞ് പോലീസുകാരി അവളുടെ പോക്കറ്റ് തപ്പി നോക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു റെക്കോർഡർ കിട്ടും. സോ പണം സ്വീകരിക്കാൻ നിങ്ങാനും ആ പോലീസുകാരി പറഞ്ഞിരുന്നെങ്കിൽ ആ പോലീസുകാരനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണിയായിരുന്നു ഈ പെണ്ണ് കാണിച്ചത്. അങ്ങനെ രണ്ടും കൂടി വഴക്കടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാറി കുടിച്ചുകൊണ്ടിരുന്ന മറ്റൊരാൾ, അയാൾ വന്ന് എന്താ അവിടെ കച്ചറ, അർദ്ധരാത്രിയിലാണോ പരോളിന്റെ കാര്യവും പറഞ്ഞ് ഒരു ചെറിയ പെൺകുട്ടീനെ ഇങ്ങനെ ദ്രോഹിക്കുന്നു, അവളെ വെറുതെ വിട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഞാൻ പണം തന്ന ആരെയും ശല്യം ചെയ്യാതെ ഇറങ്ങിപ്പോവോ, എത്രയാ വേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഇയാൾ പോക്കറ്റിൽ നിന്ന് കുറെ ഡോളേഴ്സ് എടുത്ത് വെക്കും. ആകെ $447 ഉണ്ട്, ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ട്, ഇനി എന്താ വേണ്ടത്? ഓ, നിങ്ങൾ ഈ വാച്ചിലേക്കാണ് നോക്കുന്നത്, ഇതും എടുത്തിട്ട് ആ പെണ്ണിനെ വിട്ടേക്കെന്നും പറഞ്ഞ് ഇയാൾ വാച്ച് അഴിച്ച് ടേബിളിൽ വെക്കുകയാണ്. നോക്കുമ്പോൾ ഇത് റോളക്സ് സബ് മറൈൻ വാച്ചാണ്. ഇത് കണ്ട പോലീസുകാർ ഞെട്ടി, സാർ നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട്, ഇത് റോളക്സ് വാച്ചാണ്, നിങ്ങളിത് എനിക്ക് തരാൻ പോവുകയാണ്, നിങ്ങൾക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിക്കും. അപ്പൊ ആ മനുഷ്യൻ ചിരിച്ചിട്ട്, സോറി, ഞാൻ കുറച്ച് കൂടുതൽ കഴിച്ചുപോയി, അതുകൊണ്ട് സംഭവിച്ചാണ്, കുഴപ്പമില്ല, ഞാൻ തിരിച്ചു പോകട്ടെ എന്നും പറഞ്ഞ് ഇയാൾ പണം എടുത്ത് വാച്ചും എടുത്തിട്ട് തിരിച്ചിറങ്ങിപ്പോകും. എന്നാൽ പോലീസുകാരി വിടില്ല. ഇയാളെ പുറകെ ചെന്ന് ബാറിന് വെളിയിൽ നോക്കുമ്പോൾ ഒരു സ്പോർട്സ് കാർ നിൽക്കുന്നു. സോ സംഭവം ആള് നല്ല കാശുള്ള പാർട്ടിയാണെന്ന് നമ്മുടെ പോലീസുകാർക്ക് മനസ്സിലായി. നിങ്ങൾ ചോദിച്ച പോലെ ഞാൻ ആ പെണ്ണിനെ വിടാം, കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല, എനിക്ക് കുറച്ച് പണം മാത്രം തന്നാൽ മതി, ഒരു $5000 വേണം. അത് കേൾക്കുമ്പോൾ പണക്കാരൻ, $5000 എന്താവശ്യത്തിന്, അത്രയൊന്നും പണം എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ ആകെ $400 ഉള്ളൂ, അത് മതിയാവുമെങ്കിൽ വാങ്ങിച്ചിട്ട് ആ പെണ്ണിനെ വിട്ടേക്കും. അത് കേട്ട പോലീസുകാർ പറയും, നിങ്ങളുടെ വാച്ച് ഉണ്ടല്ലോ, അത് തന്നാൽ മതി, ഞാൻ ആ പെണ്ണിനെ വിട്ടേക്കാം. അപ്പൊ ആ പണക്കാരൻ, വാച്ചിന് $8500 അത്രയും പണത്തിന് നമ്മൾ ഡീല് പറഞ്ഞല്ലോ, അതെനിക്ക് നഷ്ടമാണെന്ന് പറയും. അത് കേട്ട പോലീസുകാരി, കുഴപ്പമില്ല, നമ്മൾ ഡീല് പറഞ്ഞ $5000 എനിക്ക് കിട്ടിയാൽ മതി, ബാക്കിയുള്ള പണം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള $3500 ഈ പോലീസുകാരി ബിസിനസ്സുകാരന് കൊടുത്തിട്ട് വാച്ച് വാങ്ങി ഇറങ്ങിപ്പോക്കും. പുള്ളിക്കാരി പോയി കഴിയുമ്പോൾ നമ്മുടെ പെണ്ണ് ഇയാളെ നോക്കുകയാണ്, ഇവൻ ഇത്രയും കാശ് കൊടുത്ത് എന്നെ രക്ഷിക്കേണ്ട ആവശ്യം എന്താ? അങ്ങേര് ബാറിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടിയും പോകുന്നുണ്ട് പിന്നാലെ. കാറിന്റെ ഡോറ് തുറന്ന ആള് ഡാഷ്ബോർഡിൽ നിന്ന് മറ്റൊരു റോളക്സ് വാച്ച് പുറത്തേക്ക് എടുക്കും. ഡാഷ്ബോർഡിൽ ഒരുപാട് റോളക്സ് വാച്ചുകളുണ്ട്. അപ്പോഴാണ് നമ്മുടെ പെണ്ണിന് മനസ്സിലാവുക അത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് വാച്ചാണ്. ഇവൻ ആ പോലീസുകാരിനെ പറ്റിച്ചിട്ട് ഒരു സീൻ നടക്കുമ്പോൾ അതിനകത്ത് കയറി ഇടപെട്ട് ആ പോലീസുകാരനെ പറ്റിച്ച് കാശടിച്ചു. ഈ കച്ചവടത്തിൽ നിനക്കും പങ്കുണ്ട്, വേണമെങ്കിൽ നിന്റെ പങ്ക് വന്ന് വാങ്ങിച്ചോ എന്ന് പറയും ആ കാറുകാരൻ. മാക്സ് എന്നാണ് അവന്റെ പേര്. സോ നമ്മുടെ പെണ്ണം അവന്റെ കാറിനകത്തേക്ക് കയറി അവന്റെ വീട്ടിലേക്ക് പോവാണ്. $1000 അവളുടെ കമ്മീഷനായിട്ട് അവൻ കൊടുക്കും. എന്നിട്ട് അവളുടെ ഷൂസ് അഴിച്ചു മാറ്റാൻ പറയും, കോട്ടും ഷൂസും. സൗകര്യം ഇല്ലാന്ന് സാന്ദ്ര പറയുമ്പോൾ ഇവൻ തന്നെ അവളുടെ ഷൂസൊക്കെ അഴിച്ചു മാറ്റാണ്. എനിക്ക് നിന്നെ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ, നിനക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം, നീ അങ്ങനെ താമസിക്കുകയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യും, നിനക്ക് വേണ്ട പണം ഞാൻ തരും. എന്താ ജോലി എന്നൊന്നും അയാൾ പറയുന്നില്ല. എന്തായാലും കള്ളത്തരം തന്നെയാണ്. അങ്ങനെ പെണ്ണ് അന്ന് രാത്രി അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ ഇവൻ ചായ ഉണ്ടാക്കിയിട്ട് നിനക്ക് സിനിമയൊക്കെ ഇഷ്ടമാണെന്ന് ചോദിക്കും. അവള് പറയും, അതെ, എനിക്ക് ടൈറ്റാനിക് ഇഷ്ടമാണെന്ന് പറയും. അത് കേട്ട മാക്സ്, ടൈറ്റാനിക് നല്ല പടമാണ്, ക്ലാസിക് ആണ്. അപ്പൊ സാന്ദ്ര ഡികാപ്രിയോ ആ സിനിമയിൽ ഒരുപാട് യങ് ആയിരുന്നു, സുന്ദരനായിരുന്നു. അപ്പൊ മാക്സ്, തീർച്ചയായിട്ടും അയാൾ അതിലും ബെറ്റർ ആയിട്ട് മറ്റൊരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അതിന് നമ്മുടെ പെണ്ണ്, ഇല്ലല്ലോ, ദ ഡിപ്പാർട്ടഡ് ആ സിനിമയിലും എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്നു. അത് കേട്ട മാക്സ്, പക്ഷെ ടൈറ്റാനിക് ആണ് ആ നടനെ ഉണ്ടാക്കിയത്. സാന്ദ്ര പറയും, കേറ്റ് വിൻസ്ലെറ്റും ഒരുപാട് സുന്ദരിയായിരുന്നു, അതിനവൻ അതിന്റെ എൻഡിങ് മാത്രം എന്റെ മനസ്സിൽ നിന്ന് ഇനി മാഞ്ഞു പോയിട്ടില്ല. ഇത് കേട്ട സാന്ദ്ര, അപ്പൊ താൻ ശരിക്കും സിനിമകൾ കാണാറുണ്ടോ, തനിക്ക് ഇഷ്ടമാണോ അതൊക്കെ? മാക്സ് പറയും, നീ പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടേയില്ല, എനിക്ക് സിനിമകൾ ഇഷ്ടമല്ല, അത് വേസ്റ്റ് ഓഫ് ടൈമാണ്. പക്ഷെ ആ സിനിമ കണ്ടതുപോലെ ഞാൻ നിനക്ക് ഇംപ്രഷൻ തന്നില്ലേ, നീ പറഞ്ഞ കാര്യത്തിന്റെ ബാക്കി ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഈ സംഭവമാണ് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോകുന്നത്. ഒന്നും പൂർണ്ണമായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, അറിയുന്നത് പോലെ കാണിച്ചാൽ മാത്രം മതി. ആദ്യം ഈ പേപ്പറുകളുടെ എല്ലാം കവർ പേജ് മാത്രം വായിക്കെന്നും പറഞ്ഞ് ഇവൻ കുറെ പേപ്പറുകൾ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നീ ഫ്ലാറ്റിൽ തന്നെ ഇരിക്കും, എനിക്ക് ചെറിയൊരു ജോലി ഉണ്ടെന്നും പറഞ്ഞ് ഇവൻ പുറത്തുപോയി തിരിച്ചു വരുമ്പോൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് വന്ന് നോക്കുമ്പോൾ ഉണ്ടാവും നമ്മുടെ സാന്ദ്ര ഡ്രഗ് നല്ല മൂക്കറ്റ അടിച്ച് പിപ്പിരി പൂക്കുറ്റിയായിട്ട് കിടക്കുക. ഇവൻ അപ്പം തന്നെ ആ പെണ്ണിനെ അടിച്ച് പുറത്താക്കുന്നുണ്ട് തന്റെ ഫ്ലാറ്റിൽ നിന്ന്. ഇവള് ഡോറി മുട്ടി കരയാണ്, എനിക്ക് പോവാൻ ഒരിടവില്ല, എന്നെ സഹായിക്കൂ, എന്നെ കൈവിടല്ലേ, ഞാൻ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവള് കരയാണ്. മാക്സ് ഡോറ് തുറന്ന്, ഇനിമേലി നീ ഇത് ആവർത്തിക്കരുത്, കാരണം എനിക്ക് നിന്നെ ക്ലീൻ ആയിട്ട് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുള്ളൂ.
അങ്ങനെ പിറ്റേന്ന് മുതൽ മാക്സ് അവൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ ആരംഭിക്കുന്നു. എങ്ങനെ സംസാരിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്, മെയിനായിട്ട് എല്ലാ വിഷയത്തിന്റെയും ബേസിലുള്ള കാര്യങ്ങൾ അതുമാത്രം അറിഞ്ഞിട്ട് മുഴുവൻ അറിയുന്നത് പോലെ കാണിക്കുന്ന എങ്ങനെയാണ്, അവൾ എവിടെയാണ് പഠിച്ചത്, എന്ത് വിഷയത്തിലാണ് PhD എടുക്കുന്നത്, എവിടെയാണ് വളർന്നത്, അച്ഛനും അമ്മയും മരണപ്പെട്ടു, ഒരു ബ്രദർ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഉണ്ടാക്കിയ കഥകളാണ്. ആ കഥകൾ യാഥാർത്ഥ്യം പോലെ അവതരിപ്പിക്കണം. വളരെ ക്ലീൻ ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ബ്രില്യൻ്റ് ആയ പെൺകുട്ടി, ഏതൊരാണും പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുന്ന പെൺകുട്ടി. അങ്ങനെ മാക്സ് സാന്ദ്രയെ ഒരു ക്ലാസ് പെൺകുട്ടിയാക്കി മാറ്റും. എന്നിട്ട് ഒരു ദിവസം ഞാൻ നിന്നെ പുറത്തേക്ക് കൊണ്ടുപോവാണ്, നിന്റെ ആദ്യ ടെസ്റ്റ് നടത്താൻ എന്നും പറഞ്ഞിട്ട് വലിയൊരു ഹോട്ടലിലേക്ക് അവളെ കൊണ്ടുവരും. എന്നിട്ട് ആ ഹോട്ടലിൽ ഇരുന്ന് നിനക്ക് പുറകെ കാണുന്ന ഒരാളില്ലേ, അയാളെ അടുത്ത 10 മിനിറ്റിൽ നീ സംസാരിച്ച് വീഴ്ത്തി അവന്റെ മുറിയിലേക്ക് നീയും കൂടെ അവന്റെ കൂടെ പോകണം, നോക്കട്ടെ നിന്റെ കഴിവ് എന്നും പറഞ്ഞ് അവൻ അവളെ പറഞ്ഞുവിടാണ്. നമ്മുടെ പെണ്ണ് സ്റ്റൈലായി റോയലായി പതിയെ ചെന്ന് ബാറിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഒരു ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തിട്ട് അടുത്തുള്ള ആളോട് ഹൗ ഡു യു ഡു, ഞാൻ നിങ്ങൾക്കൊരു ഡ്രിങ്ക്സ് വാങ്ങിച്ചു തരട്ടെ, കാരണം എനിക്ക് ഒറ്റയ്ക്ക് കുടിക്കുന്ന ഇഷ്ടമല്ല. അവളുടെ ചിരി കണ്ടോ, ഇത്രയും വ്രതശുദ്ധിയുള്ള ഞാൻ പോലും വീണു പോകും, പിന്നെയാണോ ബാക്കിയുള്ള ആണുങ്ങൾ. അങ്ങനെ ഇസ്കാ റൂം പേ ഓ ലടിക്ക് ചൽരേ അന്തർ ഗയ ഡ്രിങ്ക്സ് കുടിക്കുക. അയാളെ കയ്യിലൊരു റിംഗ് ഉണ്ട്, താൻ മാരീഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ മെല്ലെ അവളുടെ ചെവിയിൽ വന്നിട്ട്, എന്താ മാരീഡായ ആണുങ്ങളെ നിനക്ക് ഇഷ്ടമല്ല, ഇന്ന് ഞാൻ നിന്നെ എന്തൊക്കെ ചെയ്യാൻ പോവാന്നറിയോ, ഞങ്ങൾക്ക് അടിക്ക് ഞാൻ. അങ്ങനെ രണ്ടും കൂടെ ഉല്ലാസയാത്ര പോവാൻ നിൽക്കുന്ന സമയത്താണ് ആരോ കഥയിൽ വന്നിട്ടും ടം ടം എന്ന് മുട്ടുക. ഇയാൾ ചെന്ന് കഥക് തുറന്ന ഉടനെ നമ്മുടെ മാക്സ്, എടി ഭദ്രകാളി പിഴച്ചവളെ, നീ എന്നെ ദ്രോഹിച്ചടി, നിന്നെ കൊല്ലാതെ വിടില്ലാന്നും പറഞ്ഞ് നിലവിളിച്ച് അകത്തേക്ക് ഓടി വരുന്നു. അവളുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. എന്റെ പെണ്ണിനെ നീ എന്ത് ചെയ്യായിരുന്നതെന്ന് ചോദിച്ചിട്ട് ഈ തടിയച്ചാരുമായിട്ട് വഴക്കുണ്ടാക്കുന്നു, എല്ലാം വലിച്ചെറിയുന്നു. ആകെ മൊത്തം ബഹളം. മറ്റാള് പേടിച്ചിട്ട്, ഇവനേതാ, ഞാൻ പോലീസിനെ വിളിക്കട്ടെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്താ പറ്റിയ ചോദിക്കുമ്പോൾ നമ്മുടെ സാന്ദ്ര പറയും, ഒന്നും ചെയ്യല്ലേ, പേടിക്കണ്ട, അവൻ എന്റെ പഴയ ബോയ് ഫ്രണ്ടാ, ഹാംലെസ് ആണ്, ആരും ഉപദ്രവിക്കില്ല, അപ്സെറ്റ് ആയതുകൊണ്ടാണ്, ഞാൻ അവനൊന്ന് കൂളാക്കി പറഞ്ഞു വിട്ടിട്ട് വരാം, നിങ്ങൾ ചെന്ന് താഴെ ബാറിൽ വെയിറ്റ്, ഞാൻ എത്രയും പെട്ടെന്ന് വരാം, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തടിയനെ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ മാക്സ്, ഓക്കെ നീ ടെസ്റ്റിൽ പാസ്സായി കഴിഞ്ഞു എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അയാളുടെ ഫ്ലാറ്റ് മുഴുവൻ തപ്പി നോക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പണവും കിട്ടും, അതിൻ്റെ ഒപ്പം ഡയമണ്ട്സിന്റെ കമ്മലും കിട്ടും. പാവ അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ചതായിരിക്കും എന്ന് സാന്ദ്ര പറയുമ്പോൾ മാക്സ്, അരുത്, അയാൾക്ക് വേണ്ടി ഒരിക്കലും നീ സോറി ഫീൽ ചെയ്യരുത്, കാരണം ഒരു ഹോണസ്റ്റ് മാനെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ചീറ്റ് ചെയ്യുന്ന എപ്പോഴും ചീറ്റേഴ്സിനെയാണ്, അതുകൊണ്ട് അവരെ കുറിച്ച് ആലോചിച്ച് നീ വേദനിക്കരുത്, അതാണ് ഫസ്റ്റ് റൂൾ എന്നും പറഞ്ഞിട്ട് ഇവൻ അവളുടെ ചെവിയിലേക്ക് ആ ഇയറിങ്സ് അണിയിച്ചു കൊടുക്കും. നമ്മുടെ സാന്ദ്രയ്ക്കാണെങ്കിൽ മാക്സിന് ഒരുപാട് ഇഷ്ടമായി. ഉമ്മ തരട്ടെ, തന്നു. അങ്ങനെ രണ്ടുപേരും ഉമ്മയ്ക്കും. ഇനിയാണ് മാക്സ് ആരാണെന്ന് കാണിക്കുന്നത്. മാക്സ് ഒരു റിച്ച് കാറിൽ വലിയൊരു റിച്ച് വീട്ടിലേക്ക് പോകും. വെള്ളം അടിച്ച് അലമ്പ് കാണിക്കുന്നത് പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടാണ് ആള് പോകുന്നത്. ആ പണക്കാരെ വീട്ടിൽ പാർട്ടി നടക്കുന്നു. മാക്സിനെ കണ്ടുടനെ ഒരു മൂത്ത സ്ത്രീയും മുതുകളവനും വരും. ആ മൂത്ത സ്ത്രീ, നീ തിരിച്ചു വന്നോ മാക്സ്, ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ അപ്പൂപ്പൻ പറയും, നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിന്റെ അമ്മ പറഞ്ഞിരുന്നു. അത് കേട്ട മാക്സ്, നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം എനിക്കറിയില്ല, തന്നെ കാണാൻ ശരിക്കും മുഴു തന്തയാണെന്ന് ഇവൻ പറയുമ്പോൾ അമ്മ ദേഷ്യപ്പെട്ട്, ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, എന്റെ കൂടെ വാ, നീ വെള്ളം അടിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിനോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക എന്നും പറഞ്ഞ് അമ്മ മാക്സിനെയും വിളിച്ചുകൊണ്ട് അകത്ത മുറിയിലേക്ക് വരാണ്. അവിടെ വന്നിട്ട് മാക്സ് മദ്യമെടുത്ത് കഴിക്കാൻ തുടങ്ങും. അമ്മയ്ക്ക് ഇപ്പോൾ പുതിയ ഭർത്താവിനെ കിട്ടിയില്ലേ, ഒരു 2 മിനിറ്റ് നിങ്ങൾക്ക് തനിച്ചിരിക്കാൻ പറ്റില്ല, പുതിയ ആളെ തേടിപ്പോയി. അമ്മ പറയും, നീ വിചാരിക്കുന്ന പോലെയല്ല, അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, നല്ല പേരുള്ള മനുഷ്യനാണ്, നീ എന്താ ഇത്ര അപ്സെറ്റ് ആയിരിക്കുന്ന, നിന്റെ ഗേൾ ഫ്രണ്ട് എവിടെ പോയി? അതിന് മാക്സ് പറയും, അവൾക്ക് വേറൊരുത്തനെ കിട്ടി, അവൾ അവന്റെ കൂടെ പോയി, എനിക്കിപ്പോൾ ആരുമില്ല. അമ്മ, ഐ എം സോറി മോനെ, അവൾ പോയത് നല്ലത് തന്നെയാ, അവൾ അത്ര നല്ല പെൺകുട്ടിയൊന്നും ആയിരുന്നില്ല, അതൊക്കെ പോട്ടെ, നീ ഇപ്പോൾ ഡ്രഗ്സ് എടുക്കുന്നുണ്ടോ? മാക്സ് പറയും, ഇല്ല, ഞാൻ 1 വർഷമായിട്ട് ഡ്രഗ്സ് എടുക്കുന്നില്ല. നീ ഡ്രഗ്സ് എടുക്കുകയാണെങ്കിൽ അത് ഇവിടെ വെച്ച് നടക്കില്ല, നിന്നെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയാം അമ്മ. അത് കേട്ട മാക്സ്, നിങ്ങൾക്കിപ്പോ ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കണം, ഞാൻ ഡ്രഗ്സ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇപ്പൊ പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് ഒരു മഗ് എടുത്തിട്ട് അതിനകത്ത് മൂത്രം ഒഴിച്ച് അമ്മയുടെ നേർക്ക് നീട്ടു. ഇന്നാ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്ക്, ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ലല്ലോ, ടെസ്റ്റ് ചെയ്ത് നോക്ക്. അമ്മ കരയാണ്, എന്നോട് എന്തിനാടാ നീ ഇങ്ങനെ പെരുമാറുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ, ദയവേത് ഇങ്ങനെ പെരുമാറില്ലേ. മാക്സ് അമ്മയെ കെട്ടിപ്പിടിക്കും. സോറി മോ, ഞാൻ ഇനി ആവർത്തിക്കില്ല, എനിക്ക് ആരുമില്ല, ഞാൻ അനാഥനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, എനിക്ക് എവിടെയെങ്കിലും താമസിക്കണം, ഏതെങ്കിലും ഒരു സ്ഥലം വേണം, അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്നത്. അപ്പൊ അമ്മ പറയും, നിനക്ക് ഇവിടെ താമസിക്കാം, പക്ഷെ ഒരുപാട് നാളേക്കല്ല, ഇത് അദ്ദേഹത്തിന്റെ വീടാണ്. മാക്സ്, കുറച്ച് നാൾ മതി അമ്മേ, ഞാൻ അമ്മയെ വിഷമിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പോകുന്ന വഴിയാണ് ഇവരുടെ സംഭാഷണമെല്ലാം കേട്ടോണ്ടിരിക്കുന്ന ആ മുത്തപ്പനെ കാണുന്നു. തനിക്ക് തൃപ്തിയായല്ലോ എന്നും പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോകും. അമ്മ മോങ്ങി തേങ്ങി വിതുമ്പി കരയാണ്. അപ്പൂപ്പൻ വന്ന് അമ്മച്ചിയെ സമാധാനിപ്പിക്കും. പിറ്റേന്ന് രാവിലെ മാക്സ് എഴുന്നേറ്റ് വരുമ്പോൾ അപ്പൂപ്പനും അമ്മച്ചിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മകനൊരു കഴിവ് കെട്ടവനാണ്, ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു പോയതുകൊണ്ട് അമ്മയ്ക്ക് മകനെ നേരെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, ശരിയായ ഗൈഡിങ് കൊടുക്കാൻ കഴിഞ്ഞില്ല, അവൻ ഇപ്പോഴും ബേബിയാണ്, ഞാൻ പണം കൊടുത്തിട്ടാണ് അവൻ ജീവിക്കുന്നത്, എന്റെ സഹായം ഇല്ലെങ്കിൽ അവന് ബുദ്ധിമുട്ടാണ്, എനിക്ക് അവനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നിങ്ങനെ അമ്മച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മാക്സ് കയറി വരിക. അമ്മയ്ക്കൊരു മീറ്റിംഗ് ഉണ്ട്, പോയിട്ട് വരട്ടെ മോനെ,
ഉച്ചയ്ക്ക് കാണാമെന്ന് പറഞ്ഞ് അമ്മ ഇറങ്ങിപ്പോകും. അത് കഴിഞ്ഞ് മാക്സ് വന്ന് മുത്തപ്പനോട് സോറി പറയുന്നു. ഇന്നലെ ഡ്രിങ്ക്സ് കഴിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അപമര്യാദയായിട്ട് പെരുമാറിയത്. അതിന് മുത്തപ്പൻ കുഴപ്പമൊന്നുമില്ല, നിന്റെ പ്രായത്തിന് അതൊക്കെ ഉണ്ടാവും. എന്തായാലും ഇനിയുള്ള ജീവിതത്തിൽ നമ്മൾ പരസ്പരം പലതവണയും കണ്ടുമുട്ടും. അതെല്ലാം നല്ല രീതിയിലാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഫൗണ്ടേഷന്റെ ഒരു സെറിമണി ഉണ്ട്. എല്ലാ വലിയ വലിയ ആൾക്കാരും അങ്ങോട്ട് വരുന്നുണ്ട്. ഞാനും അമ്മയും പോവാണ്. നിനക്കും വേണമെങ്കിൽ വരാം. അവിടെ ചെറുപ്പക്കാരായ ആൾക്കാരുണ്ടാവും. വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാക്സ് ഇല്ല, എനിക്ക് താല്പര്യമില്ല, ഞാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കാന്ന് പറയും. അങ്ങനെ മാക്സ് വീട്ടിൽ തന്നെ നിൽക്കുന്നു. അമ്മയും പുതിയ ഭർത്താവും അവരുടെ വലിയ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കൊഞ്ചിക്കൊഴഞ്ഞ് വരാണ്. ലിഫ്റ്റിൽ കയറുമ്പോൾ അപ്പൂപ്പന് മോഹം കൂടും. എനിക്ക് നിന്നെ പൂർണ്ണമായിട്ടും വേണം, ഞാൻ നിന്റെ തന്നെയല്ലേടാ, ഞാൻ മുഴുവനായി നിനക്കുള്ളതാണ്. അങ്ങനെ അവർ ഉമ്മ വയ്ക്കുന്നു. ലിഫ്റ്റ് തുറക്കുമ്പോൾ ഒരു പോലീസുകാരൻ മാക്സിനെ പിടിച്ചു വെച്ചിരിക്കുക. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ വഴക്ക്. എന്താ പറ്റിയെന്ന് അപ്പൂപ്പൻ ചോദിക്കും. പോലീസുകാരൻ പറയാണ്, മാക്സിന്റെ കയ്യിൽ കൊക്കെയിൻ ഉണ്ടായിരുന്നു. ആ കൊക്കെയിൻ അവൻ പോലീസുകാരനാണെന്നറിയാതെ ആ പോലീസുകാരന് വിൽക്കാൻ നോക്കി. അപ്പൊ പോലീസുകാരൻ കയ്യോടെ പിടിച്ചതാണ് പുള്ളിനെ. സാർ, ഇത് വലിയ ഓഫൻസാണ്, കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. പോരാത്തന്നെ ഇയാൾ വഴക്കാളിയാണ്, ഏത് നേരം ഫിറ്റാണെന്നും പറഞ്ഞ് പോലീസുകാരൻ മാക്സിനെ പിടിച്ചു വെക്കാൻ നോക്കുകയാണ്. മാക്സിന്റെ അമ്മ അപ്പൂപ്പനോട് എന്തെങ്കിലും ചെയ്ത് അവനെ സഹായിക്കൂ, അവനെ വിടല്ലേ എന്ന് പറയും. അപ്പൊ അപ്പൂപ്പൻ, പുള്ളിക്കാരൻ വലിയ ടീമാണ്, ഡിറ്റക്റ്റീവ്, അവനെ വെറുതെ വിടും. ഞാൻ നിങ്ങളുടെ NYPDക്ക് എല്ലാ വർഷവും വലിയ ഡൊണേഷൻ കൊടുക്കുന്ന ആളാണ്. എനിക്ക് നിങ്ങളുടെ കമ്മീഷണറെ അറിയാം, എന്റെ നല്ല സുഹൃത്താണ്. ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്താലോ? നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഓഫർ തരാം, അത് സ്വീകരിച്ചിട്ട് ദയവേത് ഈ പ്രോബ്ലം ഇതോടെ വിട്ടേക്കൂന്ന് പറഞ്ഞ് ഒരു നല്ല തുക അപ്പൂപ്പൻ ആ പോലീസുകാരന് കൊടുക്കുന്നുണ്ട്. കൊടുക്കാൻ നേരം അമ്മ പറയും, വേണ്ട, കൊടുക്കല്ലേ, ഇത് മാക്സിന്റെ കളിയാണ്, അവൻ ഇങ്ങനത്തെ ഗെയിംസ് കളിക്കാറുണ്ട്. ഇതൊരു പോലീസുകാരനല്ല, ഇവൻ മാക്സിന്റെ കൂട്ടുകാരനായിരിക്കും. രണ്ടും കൂടെ ഫ്രോഡ് കളിച്ച് പണം തട്ടാനുള്ള പ്ലാനായിരുന്നു. അമ്മച്ചി ആ അഭിനയ പോലീസുകാരനോട് പറയും, വേണ്ടാതെ ഇറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ ഒറിജിനൽ പോലീസിനെ വിളിക്കുമെന്ന്. അപ്പൊ പോലീസുകാരൻ ചിരിച്ചിട്ട്, നിങ്ങൾ ഇത്ര സീരിയസ് ആയിട്ട് എടുത്തോ, ഞങ്ങൾ ഗെയിം കളിച്ചല്ലേ, നിങ്ങളൊന്ന് പേടിപ്പിക്കാൻ നോക്കി, അത്രയേ ഉള്ളൂ. പോട്ടെ മാക്സ്, ബാറിലേക്ക് വരുമ്പോൾ കാണാടാന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഇറങ്ങി പോവുകയാണ്. അപ്പൊ അമ്മ, ഞാൻ നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു, നിന്നെ പലപ്പോഴും സംരക്ഷിച്ചു, എന്നിട്ടും നീ ഇതാണ് അമ്മയുടെ മുന്നിൽ ചെയ്യുന്നത്, എന്നെ മാനം കെടുത്താണോ നീ, അതും ഇദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചിട്ട്. എനിക്ക് മതിയായി. നല്ലൊരു പൊട്ടീര് കൊടുക്കും അമ്മാവന്റെ മോന്തക്കിട്ട്. എനിക്കിനി നിന്നെ കാണണ്ട, ഇങ്ങോട്ട് വരും വേണ്ട, ഇറങ്ങിപ്പോയിക്കോ, നീ എന്നൊരു മകനില്ല എനിക്കെന്നും പറഞ്ഞ് അമ്മ ദേഷ്യപ്പെട്ട് മാറിപ്പോകും. അമ്മ പോയി കഴിയുമ്പോൾ അപ്പൂപ്പൻ, ശരി എന്തായാലും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയതല്ലേ, ഇന്ന് $1000 എന്നും പറഞ്ഞ് $1000 മാക്സിന് കൊടുത്തിട്ട് പറയും, ഞാൻ നിനക്കൊരു അഡ്വൈസ് തരട്ടെ, നീ അങ്ങനെ കക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില്ലറ പെറുക്കി കക്കാതെ വലിയതായിട്ട് കക്കണം, മനസ്സിലായോടാ, ഫ്രീ അഡ്വൈസാ, എടുക്കുകയാണെങ്കിൽ എടുത്തോന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ നടന്നു പോവാണ്. അത് കഴിഞ്ഞ് പിറ്റേന്ന് മാക്സിനെ കാണാൻ മാക്സിന്റെ ഫ്ലാറ്റിലേക്ക് അമ്മ വരും. അവന് നല്ല ദേഷ്യമുണ്ട്. അമ്മ, ഐ എം സോറി, ഞാൻ നിന്നെ തല്ലാൻ പാടില്ലായിരുന്നു, ഇതിങ്ങനെ വഷളാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്റെ മോൻ ഒരുപാട് വേദനിച്ചു, എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മച്ചി അവന്റെ മുഖത്ത് തൊട്ട് നോക്കിയിട്ട് ഉമ്മ വെക്കാൻ തുടങ്ങും. അതും ഫ്രഞ്ച് കിസ്. ഹേ ഭഗവാൻ, എന്നടാ നടക്കത്,